നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പയ്യന്നൂർ ടൗൺ ബാങ്ക് ഉദ്യോഗസ്ഥ നിയമനം, കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി. സുരക്ഷിത യാത്രയെന്ന് അവകാശപ്പെട്ട് അരക്ഷിത യാത്ര സമ്മാനിക്കുന്ന റെയിൽവേയുടെ അനാസ്ഥ. അപകടങ്ങൾ പെരുകുമ്പോഴും സ്വീകരിക്കേണ്ട സുരക്ഷാ നടപടികളിൽ നിന്ന് റെയിൽവേ ഇപ്പോഴും മാറി നിൽക്കുകയാണ്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ അനശ്വര രക്തസാക്ഷി എ കുഞ്ഞിരാമൻ അടിയോടിയെ പയ്യന്നൂരിൽ അനുസ്മരിച്ചു. പഴയങ്ങാടി ചൂട്ടാട് ബീച്ചിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറയുന്നു. മാലിന്യ നിക്ഷേപം കണ്ടില്ലെന്നടിച്ച് DTPCയും പഞ്ചായത്തും. കൂട്ടുകുടുംബ വ്യവസ്ഥ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് കൃഷിയിൽ വിജയഗാഥ തീർക്കുകയാണ് എരവിലെ ഒരു കൂട്ടുകുടുംബം. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ ടൗൺ ബാങ്ക് ഉദ്യോഗസ്ഥ നിയമനം, കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ബാങ്കിന് മുൻപിൽ ഉപരോധ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബാങ്കിലെ ഒരു സംഘം ജീവനക്കാർ മർദ്ദിക്കുകയായിരുന്നു. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്കിലെ നിയമനത്തെ ചൊല്ലി ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ബാങ്കിന് മുന്നിൽ ബുധനാഴ്ച രാവിലെയോടെ ഉപരോധ സമരം ആരംഭിച്ചിരുന്നു. ഇതിനിടെയാണ് ബാങ്കിലെ ഒരു സംഘം ജീവനക്കാരെത്തി സമരക്കാരുമായി വാക്കുതർക്കത്തിലെത്തുകയും തുടർന്ന് അടിപിടിയിൽ കലാശിക്കുകയും ചെയ്തത്. പയ്യന്നൂർ ടൗൺ ബാങ്കിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിനായി അഭിമുഖം നടത്തി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. എന്നാൽ സാധാരണ പാർട്ടി പ്രവർത്തകരെ തഴഞ്ഞ് സ്വന്തക്കാർക്കും ബന്ധുക്കളെയും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നിയമനം നൽകാൻ നീക്കം നടക്കുന്നുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് രജീഷ് കണ്ണോത്ത്, സെക്രട്ടറി മഞ്ജുള കൊയിലേരി, KT ഹരീഷ് എന്നിവർ സഹകരണ വകുപ്പ് ജില്ലാ രജിസ്ട്രാർക്കും KPCCക്കും പരാതി നൽകിയിരുന്നു. ചൊവ്വാഴ്ച പരാതി സംബന്ധിച്ച് അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് മുന്നിൽ തെളിവെടുപ്പുമുണ്ടായി. ഇതിനുശേഷം ബാങ്ക് ഭരണസമിതിക്ക് നിയമനവുമായി മുന്നോട്ടു പോവാൻ ജില്ലാ സഹകരണ രജിസ്ട്രാർ അനുമതി നൽകി. ഇതേ തുടർന്നാണ് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബാങ്കിന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്താൻ തീരുമാനിച്ചത്. ഇതാണ് വീണ്ടും ചേരിതിരിഞ്ഞുള്ള സംഘർഷത്തിന് വഴിവെച്ചത്. ചൊവ്വാഴ്ച രാത്രിയും പ്രവർത്തകർ ചേരിതിരിഞ്ഞ് തമ്മിലടിച്ചിരുന്നു. ബുധനാഴ്ച രാവിലെയുണ്ടായ മർദ്ദനത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രജീഷ് കണ്ണോത്തിന്റെ കണ്ണിന് സാരമായി പരിക്കേറ്റു. നേതാക്കളെത്തി പ്രശ്നത്തിന് പരിഹാരമാകാതെ സ്ഥലത്തു നിന്നും മാറില്ലെന്ന നിലപാടിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പയ്യന്നൂരിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ്. ടൗൺ ബാങ്കിൽ ഒഴിവുള്ള തസ്തികകളിൽ അനർഹരെ തിരികെ കയറ്റിയ നേതാക്കൾക്കെതിരെ ഏതറ്റം വരെയും പോകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ യൂത്ത് കോൺഗ്രസിന്റേത് വെറും നാടകം മാത്രമാണെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. കുട്ടിമാക്കൂൽ സംഭവത്തിൽ വരെ ദളിത് സ്നേഹം പ്രകടിപ്പിച്ച് രംഗത്ത് വന്ന കോൺഗ്രസ് നേതൃത്വം സ്വന്തം പാർട്ടിക്കാരോട് തന്നെ തെറ്റായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നു. തങ്ങൾ അർഹമായ ആവശ്യത്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. എന്നാൽ അതിനെ മർദ്ദനത്തിലൂടെ അടിച്ചമർത്താമെന്ന് ആരും കരുതേണ്ടെന്നും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും രജീഷ് കണ്ണോത്ത് പറയുന്നു. സ്വന്തം പാർട്ടിയിൽപ്പെട്ട ദളിത് യുവതിയെ സംരക്ഷിക്കുന്നതിന് പകരം മാരകമായി പയ്യന്നൂർ മെയിൻ റോഡിൽ വെച്ച് തച്ചിടുന്ന സമയത്ത് അതിനെതിരെ ഞാൻ പ്രതികരിക്കാൻ പോയി. എന്നെയും മാരകമായി കസേര കൊണ്ട് പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്കിലെ ജീവനക്കാരും നേതാക്കന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ സംഘം മർദ്ദിച്ചു. അപ്പം ഞങ്ങൾ ശക്തമായി തന്നെ ഈ സമരം മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ഇന്നിവിടെ മാരകമായ മർദ്ദനമേറ്റുകൊണ്ട് എൻ്റെ സഹപ്രവർത്തക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും പാർട്ടിക്ക് വേണ്ടി 18 വയസ്സ് മുതൽ വിവിധ വാർഡുകളിൽ മത്സരിച്ച് ഈ പാർട്ടിയെ നല്ലതരം സ്നേഹിച്ച ശ്രീ മഞ്ജുള കൊയിലേരി അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ട് പയ്യന്നൂർ താലൂക്ക് ആശുപത്രി ചികിത്സയിലാണ്. ഈ പാർട്ടി നേതൃത്വം ഇതിനൊക്കെ മറുപടി പറയേണ്ടതുണ്ട്. നിർബന്ധമായി മറുപടി പറഞ്ഞേ പറ്റൂ. സാധാരണ ദളിത് യുവതിയെ പീഡിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പയ്യന്നൂരിലെ കോൺഗ്രസിന്റെയും ടൗൺ ബാങ്കിലെ ജീവനക്കാർ നടത്തുന്ന ഈ കൊള്ളരുതായ്മയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് എന്ന നിലയിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളായി മുന്നോട്ടേക്ക്. പുറത്ത് ദളിത് സ്നേഹം പ്രകടിപ്പിക്കുന്നവർ സ്വന്തം പാർട്ടിയിലെ അത്തരത്തിലുള്ളവരെ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന KP നൂറുദ്ദീൻ സാഹിബിന്റെ അനുസ്മരണ സമ്മേളനം മനഃപൂർവ്വം അലങ്കോലപ്പെടുത്താനുള്ള നീക്കമാണ് സമരനാടകത്തിന് പിന്നിലെന്നും ബാങ്ക് നിയമനത്തിൽ അഴിമതി നടന്നിട്ടില്ലെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതാണെന്നും ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ പറഞ്ഞു.
പയ്യന്നൂർ ടൗൺ ബാങ്ക് സ്ഥാപക ചെയർമാൻ നൂറുദ്ദീൻ സാഹിബിൻ്റെ ഫോട്ടോ അനാച്ഛാദനവും അനുസ്മരണ സമ്മേളനവും മറ്റന്നാൾ ബഹുമാനപ്പെട്ട കേരള മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവர்கள் ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വലിയ പരിപാടി ടൗൺ ബാങ്ക് ഹെഡ് ഓഫീസ് പരിസരത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. ആ പരിപാടി അലങ്കോലപ്പെടുത്തുക എന്ന ഗൂഢലക്ഷ്യമാണ് ഇന്ന് രാവിലെ നടന്ന ഈ സമരാഭാസത്തിനുള്ളത്. ടൗൺ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് ചിലർ പരാതി പറയുകയും ആ പരാതി സഹകരണ വകുപ്പിന് കൊടുക്കുകയും വകുപ്പ് തലത്തിൽ അത് അന്വേഷണം നടന്നു വരികയുമാണ്. വകുപ്പ് അന്വേഷണം നടത്തി നിയമപരമായിട്ടാണ് നിയമനം നടത്താൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് എന്ന് മനസ്സിലാക്കുകയും പരാതിയിൽ കഴമ്പില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി തള്ളിക്കൊണ്ട് വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട് വരും, വിധി വരും എന്ന് മനസ്സിലാക്കിയ പരാതിക്കാരുടെ ഒരു രാഷ്ട്രീയ നാടകമാണ് ഇന്ന് രാവിലെ കണ്ടത്. നിലവിൽ മറ്റു ബാങ്കുകളിൽ ജോലി ചെയ്യുന്നവരാണ് ടൗൺ ബാങ്കിൽ നിയമനത്തിനായി ബഹളമുണ്ടാക്കുന്നതെന്നും ഇതിൽ നിന്ന് തന്നെ ഇവരുടെ കള്ളത്തരം ജനങ്ങൾ തിരിച്ചറിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുരക്ഷിത യാത്രയെന്ന് അവകാശപ്പെട്ട് അരക്ഷിത യാത്ര സമ്മാനിക്കുന്ന റെയിൽവേയുടെ അനാസ്ഥ വ്യക്തമാക്കുന്ന ഒരു വാർത്തയാണിനി. സംസ്ഥാനത്ത് അപകടങ്ങൾ പെരുകുമ്പോഴും സ്വീകരിക്കേണ്ട സുരക്ഷാ നടപടികളിൽ നിന്ന് റെയിൽവേ ഇപ്പോഴും മാറി നിൽക്കുകയാണ്. ഉത്തര മലബാറിൽ ഏതു നിമിഷവും തകരാൻ തയ്യാറായി നിൽക്കുന്ന റെയിൽവേ പാളങ്ങളിലൂടെ നെറ്റ്വർക്ക് ന്യൂസ് ടീം നടത്തിയ അന്വേഷണം. കേരളത്തിൽ തീവണ്ടി അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉത്തര മലബാറിലെ റെയിൽവേ പാതകൾ സുരക്ഷിതമാണോ എന്ന ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഞെട്ടിക്കുന്ന ചില കാഴ്ചകൾ. ദക്ഷിണേന്ത്യൻ റെയിൽവേയിൽ തിരുവനന്തപുരം മുതൽ ഷൊർണൂർ വരെയുള്ള പാതയിൽ 202 ഇടങ്ങളിൽ വിള്ളലുണ്ടെന്നാണ് റെയിൽവേയുടെ റിപ്പോർട്ട്. സംസ്ഥാനത്ത് തീവണ്ടി അപകടങ്ങൾ പതിവായ സാഹചര്യത്തിൽ റെയിൽവേ നടത്തിയ ദ്രുത പരിശോധനയിലാണ് ഇക്കാര്യം മനസ്സിലായത്. റിപ്പോർട്ടിൽ പരാമർശിക്കാത്ത വടക്കൻ മലബാറിലെ റെയിൽവേ പാതകൾ സുരക്ഷിതമാണോ എന്ന പരിശോധനയ്ക്കായി കുറച്ചു ദൂരം ഞങ്ങളും നടന്നു നോക്കി. ഏഴിമല റെയിൽവേ സ്റ്റേഷൻ മുതൽ കുഞ്ഞിമംഗലം റെയിൽവേ പാലം വരെയുള്ള ഈ 100 മീറ്റർ ദൂരത്തിലുണ്ട് ഞങ്ങളുടെ ചോദ്യത്തിനുള്ള എല്ലാ ഉത്തരങ്ങളും. ബ്രിട്ടീഷ് ഭരണകാലത്തെ സാങ്കേതിക വിദ്യയിൽ നിന്ന് ഒരു പടി പോലും മുന്നോട്ട് പോകാൻ ശ്രമിക്കാത്ത റെയിൽവേ ഉത്തര മലബാറിലെ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് എത്ര വില കൊടുക്കുന്നുണ്ടെന്ന് ഈ ദൃശ്യങ്ങൾ മനസ്സിലാക്കി തരും. കാലപ്പഴക്കം കൊണ്ട് എന്നേ മാറ്റി സ്ഥാപിക്കേണ്ട പാളങ്ങളാണ് ഈ മേഖലയിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. റെയിൽവേ പാളങ്ങളെ ട്രാക്കിലെ സ്ലാബുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോക്കുകൾ എല്ലാം തന്നെ തുരുമ്പെടുത്ത് നശിക്കാറായിരിക്കുന്നു. ഞങ്ങൾ നടന്ന ഈ ദൂരത്തിൽ മാത്രം 58 ലോക്കുകളാണ് സ്ലാബിൽ നിന്നും പൊട്ടിയടർന്ന് പരിസരത്തേക്ക് തെറിച്ചു കിടക്കുന്നത്. ബാക്കിയുള്ള 100% ലോക്കുകളും ഏതു സമയത്തും അടർന്നു വീഴാറായ നിലയിലും. മൂന്ന് മാസത്തിലൊരിക്കലെങ്കിലും പാളങ്ങളിൽ അൾട്രാസോണിക് പരിശോധന നടത്തണമെന്നാണ് നിർദ്ദേശം. തുരുമ്പെടുത്ത് നശിക്കാറായ പാളങ്ങളിൽ ആന്തരിക വിള്ളലുകൾ ഉണ്ടെന്ന് ആർക്കും ഊഹിക്കാമെങ്കിലും ഈ മേഖലയിൽ റെയിൽവേ പരിശോധന നടത്തിയിട്ട് വർഷങ്ങളായെന്ന് ദൃശ്യങ്ങൾ തന്നെ തെളിയിക്കുന്നു. ദ്രവിച്ച സ്ലാബുകളും കാലപ്പഴക്കമേറിയ പില്ലറുകളുമായി ഏതു നിമിഷവും നിലംപതിച്ചേക്കാവുന്ന പാലങ്ങളും ഈ മേഖലയുടെ ശാപമാണ്. ഈ ട്രാക്കിലൂടെ നടക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യമുണ്ട്. ഏതു സമയത്തും അപകടം ഒളിപ്പിച്ചു വെച്ചാണ് ട്രെയിനിൻ്റെ വീലുകൾ ഈ പാളങ്ങളിലൂടെ കയറി ഇറങ്ങിപ്പോകുന്നത്. ഇത്ര കടുത്ത സുരക്ഷാ പാളിച്ചുണ്ടായിട്ടും റെയിൽവേയുടെ ഒരു ട്രാക്ക്മാൻ പോലും ഈ പാളത്തിലേക്ക് കടന്നു വന്നിട്ട് മാസങ്ങളായിട്ടുണ്ടാകണം. ഓരോ ബേറ്റിലും കോടികൾ നീക്കിവെക്കുമ്പോഴും കേരളത്തിലെ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് റെയിൽവേ ഒരു പ്രാധാന്യവും നൽകുന്നില്ല എന്നതിൻ്റെ സൂചനകളാണ് ഇതെല്ലാം. ക്യാമറമാൻ സുമേഷിനോടൊപ്പം ബിനു സിദ്ധാർത്ഥ്, നെറ്റ്വർക്ക് ന്യൂസ്.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ അനശ്വര രക്തസാക്ഷി എ കുഞ്ഞിരാമൻ അടിയോടിയെ പയ്യന്നൂരിൽ അനുസ്മരിച്ചു. കുഞ്ഞിരാമൻ അടിയോടിയുടെ സ്മാരകമായി പുനർനാമകരണം ചെയ്യപ്പെട്ട പയ്യന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അനുസ്മരണ സമ്മേളനം VT ബൽറാം MLA ഉദ്ഘാടനം ചെയ്തു. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ വീരയോദ്ധാവാണ് കുഞ്ഞിരാമൻ അടിയോടിയെന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് VT ബൽറാം MLA പറഞ്ഞു. ബല്ലാരി ജയിലിൽ നിന്ന് പുറത്തു കടക്കാൻ കുഞ്ഞിരാമൻ അടിയോടി എന്ന യുവാവിന് ബ്രിട്ടീഷ് അധികാരികൾക്ക് ഒരു മാപ്പെഴുതി കൊടുത്താൽ മാത്രം മതിയായിരുന്നു. എന്നാൽ സ്വന്തം ജീവൻ പോയാലും സാമ്രാജ്യത്വത്തിന്റെ നെറുകേടിനോട് സന്ധി ചെയ്യാൻ കഴിയില്ല എന്നാണ് അടിയോടി തീരുമാനിച്ചത്. അന്തമാനിലെ കലാപാനിയിൽ നിന്ന് ബ്രിട്ടീഷ് അധികാരികൾക്ക് ലജ്ജാകരമായ മാപ്പെഴുതി കൊടുത്ത് ജയിൽ മോചിതനായ സവർക്കറിൽ നിന്നൊക്കെ കുഞ്ഞിരാമൻ അടിയോടി വ്യത്യസ്തനാകുന്നത് അങ്ങനെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവരുടെ ത്യാഗത്തിൻ്റെ, അവരുടെ ആത്മാർപ്പണത്തിൻ്റെ വിലയാണ് നമ്മളിന്ന് സ്വാതന്ത്ര്യമായി അനുഭവിക്കുന്നത് എന്ന് നന്ദിയോടുകൂടിയല്ലാതെ നമുക്ക് ഓർക്കാൻ സാധിക്കുകയില്ല. ഞാൻ വായിച്ചു, അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് പുറത്തു കടക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. 3 മാസത്തേക്കോ മറ്റോ ആണ് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ചെറുപ്പക്കാരൻ എന്ന നിലയിലും മറ്റെല്ലാ തരത്തിലും അദ്ദേഹത്തിന് പുറത്തു കടക്കാനുള്ള സാഹചര്യമുണ്ടായിരുന്നു, ജയിൽ മോചിതരാവാനുള്ള സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അതിന് വേണ്ടത് മാപ്പപേക്ഷ നൽകുക എന്നുള്ളതായിരുന്നു. പ്രൊഫസർ B. മുഹമ്മദ് അഹമ്മദ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, K. ജയരാജ്, KK ഫൽഗുനൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പഴയങ്ങാടി ചൂട്ടാട് ബീച്ചിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറയുന്നു. മാലിന്യം സംസ്കരിക്കാൻ നടപടിയില്ല. മാലിന്യ നിക്ഷേപം കണ്ടില്ലെന്നടിച്ച് DTPCയും പഞ്ചായത്തും. മാടായി പഞ്ചായത്തിലെ ചൂട്ടാട് പ്രദേശം അതിവേഗമാണ് ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയത്. ടൂറിസം പദ്ധതിയെ ഏറെ സന്തോഷത്തോടെയാണ് നാട്ടുകാർ സ്വീകരിച്ചത്. എന്നാൽ ഇതിപ്പോൾ നാട്ടുകാർക്ക് തന്നെ തലവേദനയായി മാറി. പ്രദേശത്തെത്തുന്നവർ തിന്നും കുടിച്ചും വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ പ്രദേശത്ത് കുമിഞ്ഞുകൂടുകയാണ്. പ്ലാസ്റ്റിക് ഗ്ലാസുകളിലും മറ്റുമാണ് ഇവിടെ നിന്നും പാനീയങ്ങളും മറ്റും വിതരണം ചെയ്യുന്നത്. ഇത് അലക്ഷ്യമായി വലിച്ചെറിയുന്നതാണ് പ്രധാന കാരണം. പ്ലാസ്റ്റിക്കും മറ്റും അലക്ഷ്യമായി കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ ഇവയ്ക്കൊപ്പം കണ്ടൽക്കാടുകളും കത്തുകയാണ്. മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാനാവശ്യമായ യാതൊരു നടപടിയും DTPC സ്വീകരിച്ചിട്ടില്ല. പ്രദേശത്ത് പകർച്ചവ്യാധി പടർന്നു പിടിക്കുമ്പോഴും മാടായി പഞ്ചായത്ത് അധികൃതരോ ആരോഗ്യവകുപ്പോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നുമില്ല. ചൂട്ടാട് പ്രദേശത്തെ മാലിന്യ നിക്ഷേപവും കണ്ടൽക്കാടുകൾ ചുട്ടുകരിക്കുന്ന നടപടിയും അവസാനിപ്പിക്കണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. SFI കണ്ണൂർ ജില്ലാ കോളേജ് പഠന ക്യാമ്പ് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി M. വിജിൻ ഉദ്ഘാടനം ചെയ്തു. 2 ദിനങ്ങളിലായിരുന്നു ക്യാമ്പ്. ക്യാമ്പസുകൾക്ക് പ്രതികരണശേഷി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയവൽക്കരണം ക്യാമ്പസുകൾക്കകത്തേക്ക് ഏറ്റവും ശക്തമായി കടന്നു വരുന്നു. വർഗീയ ഫാസിസ്റ്റുകൾ ക്യാമ്പസുകൾക്കകത്തേക്ക് ഏറ്റവും ശക്തമായി കടന്നു വരുന്നു. ഇതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് നമ്മുടെ ക്യാമ്പസുകളിൽ നേരിൻ്റെ വഴിയിലേക്ക് സർഗാത്മകതയുടെ ലോകത്തേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ SFI പ്രവർത്തകന്റെയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളെ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഏറ്റവും ശക്തമായി ഏറ്റെടുക്കാൻ വേണ്ടി തന്നെയാണ് SFI പ്രവർത്തനം നടത്തുന്നത്. 2 ദിനങ്ങളായി നടന്ന പഠന ക്യാമ്പിൽ പ്രസംഗം, മുദ്രാവാക്യ രചന എന്ന വിഷയത്തിൽ PJ വിൻസെന്റും, മാർക്സിസത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ ഡോക്ടർ VPP മുസ്തഫയും, സർഗാത്മക ക്യാമ്പസ് എന്ന വിഷയത്തിൽ ഷിജു ഖാനും ക്ലാസ് എടുത്തു. ഉദ്ഘാടന യോഗത്തിൽ മുഹമ്മദ് സിറാജ് അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് അഫ്സൽ സ്വാഗതം ആശംസിച്ചു. വിവിധ കോളേജുകളിൽ നിന്നായി നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 2.5 ലിറ്റർ മാഹി വിദേശ മദ്യവുമായി കോൺഗ്രസ് പ്രാദേശിക നേതാവ് പിടിയിൽ. വൈക്കര ചെമ്പുല്ലാഞ്ഞിലെ AV റജികുമാറിനെയാണ് പയ്യന്നൂർ എക്സൈസ് സംഘം പിടികൂടിയത്. ബുധനാഴ്ച ഉച്ചയോടുകൂടിയാണ് സംഭവം. ഇയാൾ നാളുകളായി വ്യാപകമായി മദ്യവിൽപ്പന നടത്തുന്നുണ്ടെന്ന് എക്സൈസിന് കിട്ടിയ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീടിന്റെ പിന്നിലുള്ള ഷെഡിൽ സൂക്ഷിച്ചിരുന്ന മാഹി വിദേശ മദ്യം കണ്ടെത്തിയത്. ഇയാൾ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവും കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനത്തിന്റെ ഡയറക്ടറുമാണ്. എക്സൈസ് പ്രിൻസിപ്പൽ ഓഫീസർ P. സന്തോഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജീവൻ PK, അസീസ് A, കമലാക്ഷൻ P, ഷിജു VV, മനോജ് V, സീമ P എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. പെരിങ്ങോം വൈക്കര ഭാഗങ്ങളിൽ വ്യാപകമായി മാഹി മദ്യം ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള രഹസ്യ വിവരം കിട്ടിയതിനനുസരിച്ച് ഇന്ന് രാവിലെ നടത്തിയ റെയ്ഡിലായിരുന്നു രജികുമാർ പിടികൂടിയത്. 2.5 ലിറ്റർ മാഹി മദ്യവുമായാണ് അയാളുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ച നിലയിലാണ് കണ്ടെത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.
കൂട്ടുകുടുംബ വ്യവസ്ഥ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് കൂട്ടുകുടുംബത്തിന്റെ കൃഷിയിലെ വിജയഗാഥ സമൂഹത്തിന് കാട്ടിക്കൊടുക്കുകയാണ് എരവിലെ PV മോഹനനും സഹോദരൻ രാജനും. കുടുംബാംഗങ്ങളെ കൂട്ടുപിടിച്ച് വീട്ടുപരിസരത്ത് നൂറുമേനി വിളയിക്കുകയാണ് ഈ സഹോദരങ്ങൾ. കർഷകനായിരുന്ന പിതാവിന്റെ പാത പിന്തുടർന്നുകൊണ്ട് വയലിലും പറമ്പിലും എന്തിന് വീട്ടുമുറ്റത്ത് പോലും കൃഷിയുടെ മേന്മ വിളയിച്ചു കാണിച്ചു തരികയാണ് ഇവർ. വീട്ടിലേക്കുള്ള നടപ്പാതയിൽ ജൈവവളപ്രയോഗത്തിൽ നരമ്പൻ, വെണ്ട, പയർ തുടങ്ങിയ പച്ചക്കറി വിളവാണ് വീട്ടിലെത്തുന്നവർക്ക് സ്വാഗത കമാനമായുള്ളത്. 2 ഏക്കർ പറമ്പ് നിറയെ വഴുതിന, അമര, ചതുരപ്പയർ, കക്കിരി, കോവൽ, മഞ്ഞൾ, കാന്താരിമുളക്, റെഡ് ലേഡി, നാടൻ പപ്പായകൾ തുടങ്ങി എണ്ണിയാൽ തീരാത്ത ഇനങ്ങൾ കൃഷി ചെയ്ത് നിറച്ചിരിക്കുകയാണ്. കവുങ്ങ്, തെങ്ങ് കൃഷിക്കാർ കൂടിയാണിവർ. കൃഷിപ്പണിക്ക് ആളുകളെ കിട്ടാനില്ലെന്ന് പറഞ്ഞ് നെൽവയൽ തരിച്ചിടാനൊന്നും ഈ കുടുംബത്തെ കിട്ടില്ല. രാവിലെയും വൈകിട്ടുമായി വയലിലെ ജോലികൾ മോഹനനും രാജനും 2 പേരുടെ ഭാര്യമാരും ചേർന്ന് ചെയ്തു തീർക്കും. ആയുർവേദ ഔഷധച്ചെടികളും പറമ്പിൽ നട്ടുവളർത്തുന്നുണ്ടിവർ. പ്രമേഹ രോഗത്തിന് ഔഷധമായ മുള്ളൻ ചിറ്റമൃത് ഉൾപ്പെടെ നിരവധി ചെടികൾ പറമ്പിലെ വിവിധ ഭാഗങ്ങളിലായുണ്ട്. നേന്ത്രവാഴ ഉൾപ്പെടെ വിവിധ വാഴകൃഷിയും നടത്തിവരുന്നു. ഇതുമാത്രമല്ല, കാർഷിക വൃത്തി എന്ന ഓർമ്മപ്പെടുത്തലും ഇവർക്കുണ്ട്. കുള്ളൻ പശുക്കൾ 4 എണ്ണമുണ്ട്. അവയുടെ ചാണകവും മൂത്രവും ചേർന്നുള്ള വളവും ബയോഗ്യാസിന്റെ സ്ലറിയും എല്ലാ കൃഷിയിനങ്ങൾക്കും ഇവർ ഉപയോഗിക്കുന്നു. പിതാവിന്റെ കാലത്ത് 1973 പണിത പശുത്തൊഴുത്ത് ഓടുമാറ്റി ഷീറ്റിട്ട് ഇപ്പോഴും ഇവിടെയാണ് പശുക്കൾ കിടക്കുന്നത്. തൊഴുത്തിനോട് ചേർന്ന് നാടൻ, വിദേശ കോഴികളുടെ ഇനങ്ങളും വളർത്തുന്നു. വിവിധ ഇനം അലങ്കാര കോഴികൾ, ഔഷധ ഗുണമുള്ള കരിങ്കോഴി, ടർക്കിക്കോഴി തുടങ്ങിയവയെ വളർത്തി വരുമാനം ഉണ്ടാക്കുന്നുമുണ്ട്. വീട്ടുമുറ്റത്ത് ഈ കാണുന്ന വിളവ് ഞങ്ങൾ 2 പേരും അതുപോലെ തന്നെ കുടുംബങ്ങളും മിശ്രമമായി ചെയ്തതാണ്. നല്ല വിളവെടുപ്പ് ഓണക്കാലത്ത് കിട്ടിയിരുന്നു. കഴിഞ്ഞ തവണ 50 സെൻറ്റ് സ്ഥലത്ത് പയർ, വെണ്ട, പടവലം, കക്കിരി എന്നിവ കൃഷി ചെയ്ത് 50,000 രൂപയോളം മിച്ചം പിടിച്ചിരുന്നു. കാര്യമായിട്ട് വിളവ് കിട്ടാനും വിപണി കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരുന്നു. കൂടാതെ ഇതിനുണ്ടാകുന്ന വിത്തുകൾ മംഗലാപുരം, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ കളക്ട് ചെയ്ത് നിലമൊരുക്കി അതിനുശേഷം അടിവളം ചേർത്ത് ചെടികൾ വളർന്നു വരുന്ന സമയത്ത് പന്തലുകളും മറ്റും യഥാസമയം ഇട്ട് കൊടുത്തും അടിവളം ജൈവവളമാണ് ചേർക്കുന്നത്. വിവിധ സർക്കാർ വകുപ്പുകളിൽ 2 പേരും 3 പതിറ്റാണ്ടിലധികം സേവനം ചെയ്ത കാലയളവിലും വീടിനോട് ചേർന്നുള്ള വയലിലും വീട്ടുവളപ്പിലും വിവിധതരം കാർഷിക ജോലികളിൽ ഏർപ്പെട്ടിരുന്നു. എരവിലിലെ പ്രമുഖ കർഷകനായിരുന്ന മുണ്ടവളപ്പിൽ കുഞ്ഞിക്കോരൻ PV ശാരദ ദമ്പതികളുടെ 5 മക്കളിൽ മൂത്തവരാണ് മോഹനനും രാജനും. പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പമ്പ് ഓപ്പറേറ്ററായിരുന്നു മോഹനൻ. 6 വർഷം മുൻപ് വിരമിച്ച ശേഷം മുഴുവൻ സമയവും കാർഷിക ജോലികളിൽ തന്നെയാണ്. തിരക്ക് പിടിച്ച പോലീസ് വകുപ്പിലായിരുന്നു 34 വർഷം രാജൻ. കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് SI ആയി പിരിഞ്ഞ ശേഷം സജീവ കൃഷിപ്പണിയിലാണ്. മക്കൾ ദൂരെ മറ്റു മേഖലകളിലാണ് ജോലി ചെയ്യുന്നതെന്ന വിഷമമുണ്ടെങ്കിലും കൃഷിപ്പണി സന്തോഷപ്രദമായി മുന്നേറുമ്പോൾ നാളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു ഇവർ. എന്തായാലും പച്ചക്കറി കൃഷിയിൽ വിജയക്കൊടി പാറിക്കുകയാണ് ഈ കൂട്ടുകുടുംബം. ഈ ഓണത്തിന് മാത്രം 1,00,000 രൂപയുടെ ജൈവ പച്ചക്കറികളാണ് ഇവർ വിൽപ്പന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം സെപ്റ്റംബർ 23 മുതൽ 25 വരെ മാടായിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു.
ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം സെപ്റ്റംബർ 23, 24, 25 തീയതികളിൽ മാടായിൽ നടക്കും. സെപ്റ്റംബർ 24, 25 തീയതികളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലയിലെ 18 ഏരിയകളിൽ നിന്നായി 400 പ്രതിനിധികൾ പങ്കെടുക്കും. പ്രതിനിധി സമ്മേളനം മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം പി.കെ. ശ്രീമതി എം.പി. ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക 23 ഉച്ചയ്ക്ക് 2 മണിക്ക് കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ നിന്നും കൊടിമരം കാവുമ്പായി നെടുങ്ങോം ചെറിയമ്മ കുടീരത്തിൽ നിന്നും കൊണ്ടുവരും. ജില്ലാ സെക്രട്ടറി എം.വി. സരള ക്യാപ്റ്റനായുള്ള പതാക ജാഥയും ജില്ലാ പ്രസിഡന്റ് കെ. ലീല ക്യാപ്റ്റനായിട്ടുള്ള കൊടിമര ജാഥയും പഴയങ്ങാടിയിൽ സംഗമിക്കും. തുടർന്ന് പൊതുസമ്മേളന നഗരിയിൽ സംഘാടക സമിതി ചെയർമാൻ പി. ദാമോദരൻ പതാക ഉയർത്തും. സമ്മേളനത്തിന് സമാപനം കുറിച്ച് 25 വൈകുന്നേരം 5 മണിക്ക് ഇരുവരും കേന്ദ്രീകരിച്ച് 5000-ൽ പരം വനിതകൾ പങ്കെടുക്കുന്ന പൊതുപ്രകടനം പഴയങ്ങാടിയിൽ സമാപിക്കും. പൊതുസമ്മേളനം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി കെ. ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. 24 പ്രതിനിധി സമ്മേളനം സമാപിച്ചതിനു ശേഷം മഹിളാ അസോസിയേഷൻ ജില്ലാ ട്രൂപ്പ് അവതരിപ്പിക്കുന്ന സംഗീത ശില്പം അരങ്ങേറും. പരിപാടിയുടെ ഉദ്ഘാടനം CPM ജില്ലാ സെക്രട്ടറി പി. ജയരാജൻ നിർവഹിക്കും. പഴയങ്ങാടിയിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി എം.വി. സരള, പ്രസിഡന്റ് കെ. ലീല, സംഘാടക സമിതി ചെയർമാൻ പി. ദാമോദരൻ, സംഘാടക സമിതി കൺവീനർ KG. വത്സലകുമാരി, പി. തമ്പായി, M.V. ശകുന്തള, പി. ഇന്ദിര, പി. പ്രഭാവതി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. സർവകക്ഷി തീരുമാനം വൃഥാവിലാകുന്നു. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ മത്സ്യ മാർക്കറ്റും പ്രവേശന ഭാഗത്തെ ഓട്ടോ പാർക്കിംഗും പരിഹാരമില്ലാത്ത പ്രശ്നമായി തുടരുന്നു. സർവകക്ഷി തീരുമാനപ്രകാരം മത്സ്യവില്പനയ്ക്കായി കിട്ടിയ ഷെൽട്ടറിൽ തന്നെ മത്സ്യവില്പനക്കാർ കച്ചവടം ചെയ്യാനുള്ള ധാരണ ബുധനാഴ്ച നടപ്പിലായെങ്കിലും വെളിച്ചക്കുറവും മലിനീകരണവും മത്സ്യവില്പനക്കാർ അടിസ്ഥാന സൗകര്യത്തിലെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടി വരുത്തിയ മാറ്റം ഉൾക്കൊള്ളാത്ത നിലയിലാണ്. അതേ അവസരം മത്സ്യക്കച്ചവടക്കാരെ ഒഴിപ്പിച്ച സ്ഥലത്തേക്ക് ഓട്ടോറിക്ഷ കയറ്റിയിടാമെന്ന ധാരണയിൽ ഡ്രൈവർമാരുടെ നീക്കത്തെ ഒരു വിഭാഗം നഖശികാന്തം എതിർത്തതും പ്രശ്നമായി. മത്സ്യലോഡുമായി വരുന്ന വലിയ വാഹനങ്ങളൊഴികെ മറ്റു വാഹനങ്ങൾ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കയറ്റില്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ തർക്കം. അതിനിടെ ഓട്ടോറിക്ഷ ഉള്ളിലേക്ക് കയറ്റിയിടുന്നതിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച നടപ്പിൽ വന്ന പരിഷ്കാരം തള്ളി ഒഴിപ്പിച്ച സ്ഥലത്ത് വീണ്ടും മത്സ്യവില്പന ആരംഭിച്ചതോടെ പ്രശ്നത്തിന് പരിഹാരമില്ലാത്ത നിലയിലായി. ധാരണ തെറ്റിച്ച് ഓട്ടോറിക്ഷ പാർക്കിംഗ് ബോർഡിനകത്തേക്ക് കടന്നതാണ് പ്രശ്നമായതെന്ന് പഞ്ചായത്ത് അധികൃതരും ധാരണ തെറ്റിച്ച് മത്സ്യക്കച്ചവടക്കാർ ഒഴിച്ചിട്ട സ്ഥലത്തേക്ക് പാർക്കിങ്ങിനായി പ്രവേശിച്ചില്ലെന്നും സാധനമെടുക്കാൻ കയറിയ ഉടനെ തിരിച്ചുപോയെന്ന് റിക്ഷക്കാർ പറയുന്നുണ്ടെങ്കിലും ഇപ്പം മാർക്കറ്റിന്റെ മീൻ വിൽക്കുന്ന ആൾക്കാരെ ഉള്ളിലേക്ക് എടുക്കുകയും അവർ നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇനി അതിന് അന്ന് സർവേക്ഷി വിളിച്ചിട്ട് തീരുമാനിച്ച ഒരു തീരുമാനമുണ്ട്. ഓട്ടോറിക്ഷ ഉള്ളിൽ കയറ്റാനും ക്യാൻകിന്റെ മുമ്പിലുള്ള ബ്ലോക്ക് ഒഴിവാക്കാനുമാണ്. ഇനി അതിന് ബന്ധപ്പെട്ട ആൾക്കാർ വന്നിട്ട് നമുക്ക് ഓട്ടോറിക്ഷ ഉള്ളിൽ വെക്കാനുള്ള സൗകര്യം ചെയ്തു തരണം. എന്നാൽ ക്യാൻകിന്റെ മുമ്പിലുള്ള എല്ലാ ബ്ലോക്കും ഒഴിവാക്കപ്പെടുന്നതാണ്. വഞ്ചി ഇപ്പോഴും തിരുനക്കര എന്ന പോലെ തന്നെയാണ് കാര്യത്തിന്റെ കിടപ്പ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സെപ്റ്റംബർ 22 അന്താരാഷ്ട്ര സൈക്കിൾ ദിനം. 47 വർഷമായി സൈക്കിളിൽ യാത്ര ചെയ്യുകയാണ് പയ്യന്നൂരുകാരുടെ സ്വന്തം KR. കാലത്തോട് കുശലം പറഞ്ഞുള്ള KRന്റെ സൈക്കിൾ യാത്രയെക്കുറിച്ച് T. ബാബു പഴയങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ട്. സെപ്റ്റംബർ 22 അന്താരാഷ്ട്ര സൈക്കിൾ ദിനത്തിൽ പയ്യന്നൂരിലെ സൈക്കിൾ യാത്രികനായ KRനെ കുറിച്ച് പറയാതെ വയ്യ. കിഴക്കേ കണ്ടങ്കാളിയിലെ വീട്ടിൽ നിന്നും എല്ലാ ദിവസവും പയ്യന്നൂർ നഗരത്തിലേക്ക് സൈക്കിൾ ചവിട്ടി വരുന്ന പയ്യന്നൂരിന്റെ KR. കഴിഞ്ഞ 47 വർഷമായി രാഘവേട്ടൻ്റെ സ്വന്തം വാഹനം സൈക്കിൾ മാത്രമാണ്. CPMന്റെ സമുന്നത നേതാവ് കൂടിയായ KR 22ാമത്തെ വയസ്സ് മുതലാണ് സൈക്കിളിനെ ഒപ്പം കൂട്ടിയത്. അത് ഇന്നും തുടരുന്നു. ലോക്കൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ പയ്യന്നൂരിൻ്റെ വലിയ ഏരിയകളിൽ കിലോമീറ്ററുകളോളം സൈക്കിൾ യാത്ര ചെയ്താണ് പാർട്ടി യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നത്. നേതാക്കന്മാർക്കിടയിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അംഗീകരിച്ചു വരുന്ന KRനെ നിറപുഞ്ചിരിയോടെ മാത്രമേ കാണാൻ കഴിയൂ. സൈക്കിൾ യാത്രക്കിടയിൽ കൊച്ചുകുട്ടിയെ കണ്ടാൽ പോലും KR സല്യൂട്ട് നൽകി നീങ്ങുന്നത് പതിവ് കാഴ്ചയാണ്. പലപ്പോഴും ബസ് സ്റ്റാൻഡിന് സമീപത്ത് സൈക്കിൾ വെച്ചാണ് പാർട്ടി യോഗങ്ങൾക്ക് പോകാറുള്ളത്. ഇതിനിടയിൽ പലവട്ടം സൈക്കിൾ മോഷണം പോയിട്ടുണ്ട്. 5 പ്രാവശ്യം സൈക്കിൾ മോഷണം പോയി, 3 പ്രാവശ്യം മാത്രമേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. സൈക്കിൾ കൊണ്ടുപോയ മോഷ്ടാവ് തിരിച്ചു നൽകി കത്തെഴുതിയ ആ മറക്കാനാവാത്ത സംഭവം KR തന്നെ പറയട്ടെ. അപ്പോൾ രാത്രി വന്ന് നോക്കുമ്പോൾ സൈക്കിളാടിയില്ല. പിന്നെ കുറേ പെരുതി സൈക്കിൾ കാണുന്നുണ്ട്. ഒരാഴ്ചയ്ക്ക് ശേഷം അന്നത്തെ റൂറൽ ബാങ്കിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ മതിലിൽ ചാരി വെച്ച് കാണുന്നുണ്ട് ഒരു സൈക്കിൾ. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ സൈക്കിളാണ്. അപ്പോൾ ആ സൈക്കിളിൻ്റെ പൂട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെരുതി നോക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ പിറകിൽ ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കത്ത് ഇങ്ങനെയാണ്: ഇതൊരു മുനിസിപ്പൽ ജീവനക്കാരൻ്റെ സൈക്കിളാണ്. കേളോത്ത് കാപ്പാട്ട് ഉത്സവത്തിൻ്റെ ആവശ്യത്തിന് എടുത്തുപോയതാണ്. ആവശ്യം കഴിഞ്ഞു തിരിച്ചേൽപ്പിക്കുന്നു.
ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ടൊരു കത്താണ് ഉണ്ടായത്. സൈക്കിളിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നത് സൈക്കിൾ ഷോപ്പ് നടത്തുന്ന മകൻ സുരേഷ് കുമാറാണ്. ഓരോ സൈക്കിളും 20 വർഷത്തോളം ഉപയോഗിക്കുന്നുമുണ്ട്. സൗജന്യമായി മോട്ടോർ ബൈക്ക് നൽകാൻ സുഹൃത്ത് തയ്യാറായിട്ടും അതൊക്കെ നിരസിച്ച് സൈക്കിളിൽ തന്നെ യാത്ര തുടരാൻ കെആറിനെ പ്രേരിപ്പിക്കുന്നത് ദീർഘകാലമായി സൈക്കിളുമായുള്ള വൈകാരിക ബന്ധം തന്നെയെന്ന് രാഘവട്ടൻ ചിരിച്ചുകൊണ്ട് സമ്മതിക്കുന്നു. കാലമൊക്കെ കടന്നുപോയി, ബൈക്കുകളും കാറുകളും രംഗത്തെത്തിയിട്ടും കെആർ സൈക്കിൾ ഒഴിവാക്കിയില്ല. തന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം സൈക്കിൾ യാത്ര തന്നെയെന്ന് അദ്ദേഹം പറയുന്നു. പ്രാദേശിക നേതാക്കൾ പോലും കാറുകളിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ 47 വർഷം പിന്നിട്ടപ്പോഴും കാലത്തോട് കുശലം പറഞ്ഞ് കെആർ സൈക്കിൾ യാത്ര തുടരുകയാണ്. നമുക്ക് ജാതിയില്ല വിളംബരത്തിന്റെ 100ാം വാർഷിക ഭാഗമായി കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സന്ദേശയാത്രയുടെ തെക്കൻ മേഖലാ ജാഥ തൃക്കരിപ്പൂരിൽ നിന്ന് ആരംഭിച്ചു. ജാഥ ലീഡർ KP കുഞ്ഞിക്കണ്ണന് മുതിർന്ന കോൺഗ്രസ് നേതാവ് TV കോരൻ പതാക കൈമാറി. ജാതിരഹിത സമൂഹത്തിനു വേണ്ടി അടരാടിയ യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുസ്വാമിയുടെ സമാധി ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച നവോത്ഥാന യാത്രയുടെ തെക്കൻ മേഖലാ പ്രയാണം തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ചു. നവോത്ഥാന യാത്രയുടെ നായകനും KPCC ജനറൽ സെക്രട്ടറിയുമായ KP കുഞ്ഞിക്കണ്ണന് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് TV കോരൻ പതാക കൈമാറി സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ സാധാരണക്കാരന്റെ മോചനത്തിനു വേണ്ടി ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താവ് എന്ന രീതിയിൽ ഈ സമൂഹം വിധിയെഴുതിയ മഹാനായ നേതാവിന്റെ ഓർമ്മകൾ പുതിയ തലമുറയ്ക്ക് കരുത്തു പകരട്ടെയെന്ന് ചടങ്ങിന് നന്ദി പറഞ്ഞുകൊണ്ട് ജാഥ ലീഡർ KP കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. നമ്മുടെ നാട്ടിൻ്റെ മാറ്റങ്ങൾക്ക് വേണ്ടി അന്ധവിശ്വാസങ്ങൾക്കും ദുരാചാരങ്ങൾക്കുമെതിരെ അതിശക്തമായി അടരാടിയ ഒരു വിപ്ലവകാരിയായി ശ്രീനാരായണ ഗുരുവെ ചരിത്രം രേഖപ്പെടുത്തും എന്നതിന് സംശയമില്ല. നമ്മുടെ നാട്ടിൻ്റെ പുതിയ തലമുറ ആ മഹാന്റെ ശക്തമായ സന്ദേശങ്ങൾ സമൂഹത്തിലെ സാധാരണക്കാരന് ജീവിതത്തിന് മാറ്റം വരുത്താൻ ഉതകുന്ന രീതിയിലുള്ള ശക്തമായ സന്ദേശങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ട് ഒരു പുതിയ സമൂഹ സൃഷ്ടിക്കു വേണ്ടി ശ്രീനാരായണ ഗുരുവിൻ്റെ ഓർമ്മകൾ പ്രചോദനമാകണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ആ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കോൺഗ്രസ് കമ്മിറ്റി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PK ഫൈസൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. TV കോരൻ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, KP പ്രകാശൻ, മാമുനി വിജയൻ, M രാധാകൃഷ്ണൻ, AC ജോസ്, P കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച സന്ദേശയാത്രാ പ്രയാണത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു. ലോകമേ തറവാട് എന്ന മാനവിക സന്ദേശം ഉയർത്തിപ്പിടിക്കുവാനും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കാനും ആഹ്വാനം ചെയ്യുന്ന ഗുരുവിൻ്റെ സന്ദേശങ്ങൾ പ്രസക്തമാണെന്ന് വിളിച്ചോതിക്കൊണ്ടുള്ള മുദ്രാവാക്യങ്ങളുമായി തൃക്കരിപ്പൂരിൽ നിന്നും ആരംഭിച്ച തെക്കൻ മേഖലാ ജാഥയും കാസർഗോഡ് നിന്നും DCC പ്രസിഡന്റ് CK ശ്രീധരൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥയും വൈകിട്ട് 5 മണിയോടെ കാഞ്ഞങ്ങാട് മാന്തോട് മൈതാനിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കേരള കർഷക സംഘം പെരിങ്ങോം ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി കേര കർഷകർക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പന്നിയൂർ കൃഷി വിജ്ഞാന കേന്ദ്ര മേധാവി VP ജയരാജൻ ക്ലാസ് എടുത്തു. അങ്ങനെ വരുമ്പോൾ ഇതിനാവശ്യമുള്ള വളപ്രയോഗം ഈ പറഞ്ഞ രീതിയിലുള്ള കൊടുത്തതിന് ശേഷം പിന്നീട് മറ്റു വളപ്രയോഗത്തെ കുറിച്ച് അറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ന്യൂട്രിയൻസ് NPK വളങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് ജൈവവളത്തിലൂടെ നൈട്രജൻ ഒരു പരിധിവരെ കൊടുക്കാൻ വേണ്ടി പറ്റും. സെപ്റ്റംബർ 24-25 തീയതികളിൽ വെള്ളോറയിൽ നടക്കുന്ന കേരള കർഷക സംഘം പെരിങ്ങോം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കുറ്റൂരിൽ കേരകർഷകർക്കുള്ള ക്ലാസ് നടന്നു. പന്നിയൂർ കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി P ജയരാജൻ ക്ലാസ് അവതരിപ്പിച്ചു. VP രാമചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. സംഘാടക സമിതി ചെയർമാൻ PP കോരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KB ബാലകൃഷ്ണൻ, PV കമലാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. 1954 സ്ഥാപിതമായ എരമം വിജ്ഞാന ഗ്രന്ഥാലയം പ്രദേശത്തെ കലാസാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്നു. 13,000-ലധികം പുസ്തകങ്ങളുള്ള ഈ വായനശാല 6 പതിറ്റാണ്ട് പിന്നിട്ട ജില്ലയിലെ അപൂർവം വായനശാലകളിലൊന്നാണ്. 1954 CM കൃഷ്ണൻ നമ്പ്യാർ പ്രസിഡന്റും CK കൃഷ്ണൻ മാസ്റ്റർ സെക്രട്ടറിയുമായാണ് എരമം വിജ്ഞാന ഗ്രന്ഥാലയം പ്രവർത്തനം ആരംഭിച്ചത്. 1950 വിജ്ഞാന വായനശാലയായിട്ടായിരുന്നു ഇതിന്റെ തുടക്കം. 1964 അംഗീകാരം ലഭിച്ച ഈ വായനശാലയ്ക്ക് തളിപ്പറമ്പ് താലൂക്ക് സെക്രട്ടറിയായി പ്രവർത്തിച്ച കടിഞ്ഞിൽ നാരായണൻ മാസ്റ്ററോടുള്ള കടപ്പാട് നിസ്സീമമാണ്. 1999 പഴയ ഓടിട്ട കെട്ടിടം പൊളിച്ച് കോൺക്രീറ്റ് കെട്ടിടം പണിതത്. വായനശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വനിതാവേദിയാണ് വീടുകളിൽ പുസ്തകമെത്തിക്കുന്ന വലിയ ചുമതല വഹിക്കുന്നത്. യോഗ പരിശീലനം, തുന്നൽ പരിശീലനം, PSC കോച്ചിംഗ് ക്ലാസ് എന്നിവ സംഘടിപ്പിക്കുന്നത് കൂടാതെ കോൽക്കളിയും സജീവമാണ്.
വയോജനവേദിയാകട്ടെ ഒരു പൗരന് ആവശ്യം വേണ്ട നിയമസാക്ഷരതാ ക്ലാസും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുന്നു. ബാലവേദിയും യുവജനവേദിയുമൊക്കെ അവരുടെ പ്രവർത്തനങ്ങളിൽ സദാ ജാഗരൂകരുമാണ്. 1100 അംഗങ്ങളുള്ള ഈ വായനശാലയിൽ 8 പത്രങ്ങളും 40-ലധികം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും വായിക്കുവാൻ ലഭ്യമാണ്. നിരവധി പുരസ്കാരങ്ങൾ ഈ വായനശാലയെ തേടിയെത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായവയാണ് 2011 പഞ്ചായത്തിലെ മികച്ച ലൈബ്രറിക്കുള്ള അക്ഷരജ്വാല പുരസ്കാരവും 2014-15 കാലഘട്ടത്തിലെ താലൂക്കിലെ മികച്ച ഗ്രന്ഥാലയത്തിനുള്ള പുരസ്കാരവും ലഭിച്ചത്. 1964 ആകുമ്പോഴേക്കും ഗ്രന്ഥാലയത്തിൻ്റെ ആ ഭാരാരിഷ്ടത നീങ്ങി നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും എരമം വിജ്ഞാന ഗ്രന്ഥാലയത്തിന് കേരള ഗ്രന്ഥശാല സംഘത്തിൽ നിന്ന് ഗ്രാന്റ് ലഭിക്കാൻ ഇടയാകുകയും ചെയ്തു. ഇതിനൊക്കെ തന്നെ പിന്നിൽ പ്രവർത്തിച്ചത് കടിഞ്ഞിയിൽ നാരായണ മാസ്റ്റർ തളിപ്പറമ്പ് താലൂക്ക് സെക്രട്ടറി ആയിരുന്ന കാലത്താണ്. അദ്ദേഹം നമ്മുടെ ഗ്രന്ഥാലയത്തിന് ആകാവുന്ന വിധത്തിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നു. 1969 ജനകീയ ആസൂത്രണം വന്നതോടുകൂടി നമ്മുടെ പഴയ ഓടുമേഞ്ഞ കെട്ടിടം മാറ്റി ഇന്നത്തെ നിലയിലുള്ള കോൺക്രീറ്റ് കെട്ടിടം നിലവിൽ വന്നു. ഈ കെട്ടിടത്തിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കുകയാണ്. അഡ്വക്കേറ്റ് കെ.പി. രമേശൻ പ്രസിഡന്റും സി.കെ. ശശി സെക്രട്ടറിയുമായ ഭരണസമിതിയാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് പ്രവർത്തക കൺവെൻഷൻ പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം എൻ അനൂപ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് പ്രവർത്തക കൺവെൻഷൻ പയ്യന്നൂർ റൂറൽ ബാങ്ക് ഹാളിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം എൻ അനൂപ് ഉദ്ഘാടനം ചെയ്തു. മെയ് ജൂൺ മാസങ്ങളിലാണ് ഡിവൈഎഫ്ഐയുടെ സമ്മേളനം നടത്തിയിട്ടുള്ളത്. വർഷാവർഷം ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സമ്മേളനം നടത്തുന്ന പതിവാണ് ഡിവൈഎഫ്ഐ സംഘടനക്കുള്ളത്. പക്ഷേ ഇടക്കാലത്ത് വന്നിട്ടുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അതിനുശേഷം നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ കാലയളവിൽ നടന്നു എന്നുള്ളത് കൊണ്ടാണ് ഒരു 2-3 മാസം വൈകിക്കൊണ്ട് ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് തല സമ്മേളനം ഇപ്പോൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എ വി രഞ്ജിത്ത്, ജി ലിജിത്ത്, ടി പി അനൂപ് എന്നിവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുത്തു. ചരിത്രപാഠം സംഗീതശില്പം അരങ്ങിലേക്ക്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭാരവാഹികളാണ് സംഗീതശില്പത്തിൽ അഭിനയിക്കുന്നത്. രവി ഏഴോം, വി കെ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ എന്നിവരാണ് സംഗീതശില്പം ഒരുക്കുന്നത്. നമ്മളെങ്ങനെ നമ്മളായി എന്നോർക്കുക. പുതിയ കാലത്ത് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ കടന്നാക്രമണം നടത്താനൊരുങ്ങുമ്പോൾ ഇതിനെതിരെ 1000 ചോദ്യങ്ങളുമായാണ് സംഗീതശില്പം വേദിയിലെത്തുന്നത്. ഏഴോത്ത് വെച്ചാണ് സംഗീതശില്പം പരിശീലനം പുരോഗമിക്കുന്നത്. സി രവീന്ദ്രൻ ഏഴോം, വി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ എന്നിവർ സംവിധാനം നിർവഹിച്ചിരിക്കുന്നു. മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം വി സരള, പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ കെ പി ജ്യോതി, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭാവതി, ചെമ്പിലോട്ട് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്മി, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ തുടങ്ങിയ പ്രമുഖരാണ് സംഗീതശില്പത്തിലെ കലാകാരന്മാർ. സംഗീതശില്പത്തെക്കുറിച്ച് സംവിധായകൻ രവി ഏഴോം. ONV മുതൽ നമ്മുടെ നാട്ടിലുള്ള സാധാരണ എഴുത്തുകാരുൾപ്പെടെയുള്ള എല്ലാവരുടെയും ആളുകളുടെ കവിതകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഗീതശില്പം അവതരിപ്പിക്കുന്നത്. അത് അന്ന് മുതലുള്ള കേരളത്തിൻ്റെ പഴയ ചരിത്രവും ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ഈ ഫ്രാങ്കോ താവം, ജോയ് മാസ്റ്റർ, ബിജു പി, നികേഷ്, രാജീവൻ PP, നിഷിത EP എന്നിവർ അണിയറ ശില്പികളാണ്. 24-ന് മഹിളാ അസോസിയേഷൻ ജില്ലാ ട്രൂപ്പ് അവതരിപ്പിക്കുന്ന സംഗീതശില്പം സമ്മേളന നഗരിയിൽ അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വിശ്വ ഹിന്ദു പരിഷത്ത് തൃക്കരിപ്പൂർ പ്രഖണ്ഡ സമിതിയുടെ സത്സംഗ ദർശൻ സപ്താഹ പരിപാടി സംഘടിപ്പിച്ചു. പേക്കടം കാളീശ്വര ക്ഷേത്ര പരിസരത്ത് നടന്ന പരിപാടിയിൽ AV കേശവൻ മുഖ്യ പ്രഭാഷണം നടത്തി. പേക്കടം കാളീശ്വരം ക്ഷേത്ര പരിസരത്ത് നടന്ന പരിപാടിയിൽ ഹിന്ദു സമൂഹം നേരിടുന്ന വെല്ലുവിളിയും ആത്മഹത്യാ പ്രവണതയും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് AV കേശവൻ മുഖ്യപ്രഭാഷണം നടത്തി. ധർമ്മം. അപ്പൊ ഹിന്ദു പഠിക്കേണ്ടത് എന്താ? ഹിന്ദുത്വത്തിനെതിരെയുള്ള വെല്ലുവിളി എന്താ? ഹിന്ദുക്കൾ തന്നെയാണ് പറയുന്നത്. എന്താ? നമുക്ക് ജാതിയില്ല. ബോർഡ് നോക്കുമ്പോൾ കണ്ടത് ഉദ്ഘാടനം സുരേഷ് കുറുപ്പ്, ആശംസ ഗംഗാധരൻ നായർ, നമുക്കൊട്ട് ജാതിയുമില്ല. ഇതെല്ലാം വേണമെന്നേ, ഇല്ലാതുണ്ടോ? ഇത് ഭഗവത്ഗീതയിലും പറയുന്ന ഒരു കൂട്ടമാണ് വേണ്ടത്. ആ കൂട്ടം എന്ന് പറയുന്നത് മതമാണ്. മതം എന്ന് പറയുന്നത് SSLC ബുക്കിന്റെ ആദ്യ പേജിൽ ഒരു വാക്കുണ്ടല്ലോ, മതം.
എല്ലാവരും ഉണ്ടാവും ഹിന്ദു എന്ന് എഴുതിയിട്ട്. VHP ജില്ലാ പ്രസിഡന്റ് VV കുഞ്ഞിക്കണ്ണന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ V രാജീവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശ്രീമദ് ഭഗവത്ഗീത ലഘുലേഖ പരിചയം വിതരണോദ്ഘാടനം VHP സംസ്ഥാന സെക്രട്ടറി T രാജശേഖരൻ നിർവഹിച്ചു. K രവീന്ദ്രൻ, ബാബു അഞ്ചാം വയൽ, നാരായണൻ വാഴക്കോട്, കണ്ണൻ ചെറുകാനം, E പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത സംഗീത സംവിധായകൻ MV രാഘവൻ, രാജീവൻ പേക്കടം എന്നിവരുടെ നേതൃത്വത്തിൽ ഭജനസന്ധ്യയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുതാഴം കോക്കാട് പ്രദേശത്തിന് അക്ഷര വെളിച്ചം പകർന്ന കോക്കാട് ഗ്രാമീണ വായനശാലയ്ക്ക് പുതിയ കെട്ടിടമൊരുങ്ങി. നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. കോക്കാട് പ്രദേശത്തിന്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ ദീപ്ത ചൈതന്യമായി മാറിയ കോക്കാട് ഗ്രാമീണ വായനശാലയുടെ നവീകരിച്ച കെട്ടിടത്തിന്റെ പ്രവൃത്തി പൂർത്തിയായി. പൂർണ്ണമായും ജനകീയ കൂട്ടായ്മയിലാണ് വായനശാല കെട്ടിടം പടുത്തുയർത്തിയത്. വായനശാലയുടെ നിർമ്മാണ പ്രവൃത്തി ഏതാണ്ട് നാട്ടുകാരുടെ ശ്രമദാനത്തിലൂടെയാണ് നടത്തിയത്. 1964 നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗമാണ് വായനശാല എന്ന നാട്ടുകാരുടെ സ്വപ്നം സഫലമാക്കിയത്. K ഉദയനക്കുറുപ്പ് പ്രസിഡന്റായ ഒരു കമ്മിറ്റിയാണ് ആദ്യകാലത്ത് വായനശാലയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചത്. ഇന്ന് നാടിന്റെ സർവ്വതോന്മുഖമായ പുരോഗതിയെ ലക്ഷ്യം വെച്ചാണ് വായനശാലയുടെ പ്രവർത്തനം. സെപ്റ്റംബർ 23 മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വായനശാല കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP, K സുധാകരൻ എന്നിവർ സംബന്ധിക്കും. തുടർന്ന് MC പ്രകാശൻ കോക്കാട്, ശ്രുതി രമേശൻ എന്നിവർ അവതരിപ്പിക്കുന്ന മഴവില്ല് കലാവിരുന്നും ഒരുങ്ങും. 24 ശനിയാഴ്ച വൈകുന്നേരം കോക്കാട് ഗ്രാമവാസികൾ അവതരിപ്പിക്കുന്ന തിരുവാതിര, നൃത്തസന്ധ്യ എന്നിവ അരങ്ങേറും. ഈ പരിപാടിയിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഈ നാടിൻ്റെ ഒരു നല്ലൊരു കാഴ്ചപ്പാട്, സാംസ്കാരികമായി മുന്നോട്ട് പോകാനുള്ള ഒരു കാഴ്ചപ്പാടാണ്. VP രഞ്ജിത്ത്, MC പ്രമോദ്, V രാജീവൻ, നിഗ്രീഷ് KV, NV രാജീവൻ, TV സജീവൻ, M അജേഷ് തുടങ്ങിയവരാണ് ഇപ്പോൾ വായനശാലയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് ചട്ട്യോൾ കുടുംബശ്രീ ADS വാർഷികാഘോഷം SKV UP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രമേശൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ ശാക്തീകരണത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വേണ്ടി രൂപീകൃതമായ കുടുംബശ്രീയുടെ 18ാം വാർഷികത്തിന്റെ ഭാഗമായി എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് ചട്ട്യോൾ കുടുംബശ്രീ ADSന്റെ ആഭിമുഖ്യത്തിൽ 18ാം വാർഷികാഘോഷം ചട്ട്യോൾ SKV UP സ്കൂളിൽ നടന്നു. ഓലയമ്പാടിയിൽ നിന്നും ആരംഭിച്ച് ചട്ട്യോൾ സ്കൂളിൽ സമാപിച്ച വിളംബര ഘോഷയാത്രയോടുകൂടിയാണ് പരിപാടി ആരംഭിച്ചത്. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP രമേശൻ ഉദ്ഘാടനം ചെയ്തു. തട്ടിയും അല്ലെങ്കിൽ മുട്ടിയൊക്കെ വീണ് അങ്ങനെ വീഴുന്ന സമയത്തൊക്കെ നമ്മളെ കൈപിടിക്കാൻ അന്ന് കുറേ ആളുകളായിരുന്നു. അവരൊക്കെ വേദിയിൽ വരണം എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പഴയ പഞ്ചായത്ത് മെമ്പർമാർ നമ്മുടെ ഈ കുടുംബശ്രീ സംസ്ഥാനത്തിലെ 1 വയസ്സ് മുതൽ 18 വയസ്സ് വരെ കൈപിടിച്ച് കൊണ്ടുവന്ന ഭരണസമിതി അംഗങ്ങളെല്ലാം ഈ ഇതിന് സാക്ഷ്യം വഹിക്കണം. ADS ചെയർപേഴ്സൺ C സരോജിനി അധ്യക്ഷത വഹിച്ചു. KP സതി സ്വാഗതം ആശംസിച്ചു. P പത്മാക്ഷി, ചന്ദ്രിക M, KC രാജൻ, P ദാക്ഷായണി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുടുംബശ്രീ സംഘടന എന്ന വിഷയത്തിൽ സുജിന ക്ലാസ് എടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീനിവാസൻ KV ആരോഗ്യ ശുചിത്വ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. CITU കരിവള്ളൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുതിർന്ന പാർട്ടി പ്രവർത്തകരെ ആദരിച്ചു. EV കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. തീരുമാനിച്ചിട്ടുള്ളത് പഴയകാലത്ത് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ട്രേഡ് പ്രസ്ഥാനവും ഇടതുപക്ഷ രാഷ്ട്രീയവും വളർന്നു വന്നിട്ടുള്ളത്. അതിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുള്ള മഹാന്മാരെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ പ്രവർത്തകന്മാരെയും നേതാക്കന്മാരെയും ആദരിക്കുക എന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. കരിവെള്ളൂർ AV സ്മാരക ഹാളിലാണ് പാർട്ടിയിലെ 70 വയസ്സു കഴിഞ്ഞ മുതിർന്ന പാർട്ടി പ്രവർത്തകരെ ആദരിച്ചത്. ചടങ്ങിൽ AV അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. K നാരായണൻ, E അമ്പുവൈദ്യർ, C ഗോപാലൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചെസ് പ്ലേയേഴ്സ് അസോസിയേഷൻ ജില്ലാ ചെസ് അസോസിയേഷൻ സഹകരണത്തോടെ നടത്തുന്ന അഖിലേന്ത്യാ ചെസ് മത്സരത്തിന്റെ ബ്രോഷർ പ്രകാശനവും ഫണ്ട് ശേഖരണവും പയ്യന്നൂർ ജുജു ഹാളിൽ നടന്നു. എന്തൊക്കെ സഹായം വേണ്ടി വന്നാൽ അത് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളവർ തന്നെയാണ് അതിൻ്റെ സംഘാടകർ, അതിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകൾ എന്ന് അന്നത്തെ ചർച്ചയിൽ നമുക്ക് ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ അതിന് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ തന്നെ വളരെ മുന്നോട്ട് പോയിരുന്നു. ഫണ്ട് സമാഹരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെ മുന്നോട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ പോയിട്ടുണ്ട്. ചെറിയ
ബ്രോഷർ പ്രകാശനം അഡ്വക്കേറ്റ് കെ വിജയകുമാർ അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥിന് നൽകി നിർവഹിച്ചു. കെ എ സജിത്തിൽ നിന്നും ആദ്യ ഫണ്ട് തേജിരാജർ മല്ലർ ഏറ്റുവാങ്ങി. വി വി ബൽറാം, ഹാജിറ ടീച്ചർ, അഡ്വക്കേറ്റ് ശ്രീകണ്ഠൻ, ഗംഗാധരൻ മേലേടത്ത് എന്നിവർ പ്രസംഗിച്ചു. ശ്രീനാരായണ ഗുരു ഹിന്ദു സന്യാസിയാണോ? നെറ്റ്വർക്ക് ചാനലിന്റെ പ്രതിവാര സാഹിത്യ പരിപാടിയായ പുനർവായനകളിൽ ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ഗുരുവിന്റെ ദുഃഖം എന്ന പുസ്തകം കെ വി പ്രശാന്ത് കുമാർ വിശകലനം ചെയ്യുന്നു. ചൊവ്വാഴ്ച രാത്രി 7 മണിക്ക് സംപ്രേഷണം ചെയ്ത പുനർവായനകൾ വെള്ളിയാഴ്ച രാത്രി 10:30-നും ഞായറാഴ്ച രാവിലെ 7-നും പുനഃസംപ്രേഷണം ചെയ്യും. പ്രമുഖ ചിത്രകാരനും അധ്യാപകനും കേരള ചിത്രകലാ പരിഷത്ത് സ്ഥാപക മെമ്പറുമായിരുന്ന രാമന്തളി സെൻട്രലിലെ ശ്രീനു ഗോപാലൻ മാസ്റ്റർ നിര്യാതനായി. 84 വയസ്സായിരുന്നു. ഭാര്യ കല്യാണി, വി വി ശ്രീജിത്ത്, ശ്രീരാജ് എന്നിവർ മക്കളാണ്. ഇനി മാറ്റുലി കാണാം. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾക്ക് ഇന്നത്തെ കാലത്തെ പ്രസക്തി. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കാണാം. നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷേ നമ്മളത് വേണ്ടത്ര രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്നതാണ് ഒരു വാസ്തവം. എല്ലാവരുടെ മനസ്സിലുണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞ ഈ ആശയം. അത് പല വേദികളിലും പ്രസംഗിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട്, അത് ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ചില ഘട്ടങ്ങളിലെത്തുമ്പോൾ അത് മാറിപ്പോകുന്നുണ്ട്. അതുതന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വരും കാലങ്ങളിൽ ഇപ്പം വർഗീയത എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇപ്പം വർഗീയതയൊന്നുമില്ല. വർഗീയതയെല്ലാം കുറഞ്ഞു വരെയെന്ന് അത് ചില രാഷ്ട്രീയക്കാരുടെയും മറ്റുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ച് വളച്ചൊടിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ പാതയിൽ കൂടി പോയാൽ നമുക്ക് ഭാവിയുണ്ട്, നമ്മുടെ രാജ്യം രക്ഷപ്പെടും, നമ്മുടെ സംഘർഷം ഒഴിവാകും, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് നമ്മോട് ഉദ്ഘോഷിച്ച ആളാണ് ശ്രീനാരായണ ഗുരു. ഇന്ന് നമ്മുടെ നാട്ടുകാർ പരസ്പരം ജാതിയുടെയും മതത്തിൻ്റെയും പേരിലാണ് നമ്മൾ തമ്മിൽ തല്ലി മരിച്ചു വീഴുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ഈ സാഹചര്യത്തിലാണ് മദ്യം വിഷമാണെന്ന് പറയുന്ന ഗുരുവിൻ്റെ ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ നമ്മൾ തെക്കോട്ട് നോക്കിയാൽ മദ്യഷാപ്പുകളൊക്കെ തുറന്നുകൊണ്ടിരിക്കുന്നത്. നാരായണ ഗുരുവിനെ പറ്റി പല അഭിപ്രായങ്ങളും പല വാക്കുതർക്കങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. മുമ്പേ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നാണ് അയാൾ പ്രചോദിച്ചിരുന്നത്. അത് ഏറ്റവും കൂടുതൽ ശരിയായ ഒരു വഴിയാണ്. പിന്നെ ഇപ്പം അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ജാതിയും മതവും എല്ലാം കൂടെ കൂടുതൽ ശക്തി പ്രാപിച്ചു വരികയാണ്. ഗുരുദേവൻ പറഞ്ഞതൊന്നും ഇപ്പോൾ അങ്ങനെ പ്രസക്തിയല്ല എന്ന് പറയുന്ന ഒരു കൂട്ടരും ഉണ്ട്. ബാലറാമിനെ പോലുള്ളവർ, ബാലറാം തലശ്ശേരി രൂപീകരിച്ച വീടുതൊഴിലാളി യൂണിയൻ്റെ പേര് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ളതായിരുന്നു. തലശ്ശേരിയിലെ SNDPയുടെ സ്ഥാപക നേതാവ് ബാലറാമായിരുന്നു. ആ രീതിയിൽ കമ്മ്യൂണിസ്റ്റുകാർ നവോത്ഥാന ചിന്തയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ശ്രീനാരായണ ധർമ്മങ്ങളുടെ പ്രചാരണം ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോയി ഈ കേരളത്തിൽ. എന്നാൽ ഇന്നത് മറ്റു പല സംഗീത താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് നമുക്ക് ആശാസ്യകരമല്ല. അതിനെതിരായുള്ള നിലപാട് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ ആ കാലത്തേക്കാളും ഇന്ന് കൂടുതൽ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യനെ തമ്മിലടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. ശ്രീനാരായണ ഗുരു എല്ലാ ജാതിയിലുള്ളവരും എല്ലാ മതത്തിലുള്ളവരും നന്നാവണമെന്ന് ആഗ്രഹിച്ചതാണ് ശ്രീനാരായണ ഗുരു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പയ്യന്നൂർ ടൗൺ ബാങ്ക് ഉദ്യോഗസ്ഥ നിയമനം, കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി.
സുരക്ഷിത യാത്രയെന്ന് അവകാശപ്പെട്ട് അരക്ഷിത യാത്ര സമ്മാനിക്കുന്ന റെയിൽവേയുടെ അനാസ്ഥ. അപകടങ്ങൾ പെരുകുമ്പോഴും സ്വീകരിക്കേണ്ട സുരക്ഷാ നടപടികളിൽ നിന്ന് റെയിൽവേ ഇപ്പോഴും മാറി നിൽക്കുകയാണ്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ അനശ്വര രക്തസാക്ഷി എ കുഞ്ഞിരാമൻ അടിയോടിയെ പയ്യന്നൂരിൽ അനുസ്മരിച്ചു. പഴയങ്ങാടി ചൂട്ടാട് ബീച്ചിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറയുന്നു. മാലിന്യ നിക്ഷേപം കണ്ടില്ലെന്നടിച്ച് DTPCയും പഞ്ചായത്തും. കൂട്ടുകുടുംബ വ്യവസ്ഥ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് കൃഷിയിൽ വിജയഗാഥ തീർക്കുകയാണ് എരവിലെ ഒരു കൂട്ടുകുടുംബം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.